പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ നീക്കമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗച്ചി റഷ്യയിലേക്ക് പോയിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഇറാൻ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ റഷ്യയിലേക്ക് പോയിരിക്കുന്നത്, അതോ റഷ്യയിൽ എന്തിനായിരിക്കാം, എന്ത് കാരണത്താലായിരിക്കാം റഷ്യയുമായിട്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ഇറാൻ പോയിട്ടുണ്ടാവുക? റഷ്യ ലോകരാജ്യങ്ങളിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ റഷ്യയുമായിട്ട് ചർച്ചയ്ക്ക് പോയിരിക്കുന്ന സാഹചര്യത്തിൽ സംശയിക്കാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇറാന് ആണവായുധത്തിൽ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണത്തിൽ ഒരു സഹായം വളരെയധികം ആവശ്യമാണ്. അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആണവ സമ്പുഷ്ടീകരണം നിർത്തലാക്കാനും ഉള്ളത് തന്നെ അവർക്ക് അമേരിക്കക്ക് കൈമാറാനുമാണ്. അപ്പോൾ ഇറാനിൽ ഒരു ആണവ പദ്ധതികൾ തുടരുക എന്നുള്ളത് വളരെ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഇറാൻ റഷ്യയുടെ സഹായം തേടാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഇറാൻ റഷ്യയുടെ സഹായം തേടാൻ പോയിരിക്കുന്നത് പാകിസ്ഥാനിൽ അമേരിക്ക നടത്താൻ ഉദ്ദേശിച്ച സമാധാന മധ്യസ്ഥ ചർച്ചയ്ക്ക് നിൽക്കാതെയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടത്താനിരുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചർച്ച എന്ന് പറയുന്നത്, ചർച്ചയിൽ ഇറാൻ പങ്കെടുക്കുന്നില്ല. പോരാഞ്ഞിട്ട് 3 കണ്ടീഷൻസ് ഇറാൻ വെക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഒന്നെന്ന് പറയുന്നത്, ഇറാന് മേൽ യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്തരുത്. അതായത് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇറാന് നേരെയുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കണം എന്നാണ് ആദ്യത്തെ ഇത് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ആക്രമണം നടത്താതിരുന്നാൽ ഹോർമൂസിൽ നിർത്തിയിരിക്കുന്ന ഈ ഉപരോധം ഇറാൻ ഒഴിവാക്കും, ഭാഗികമായി നിർത്തലാക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ രണ്ടാമത്തെ വിശദീകരണം എന്ന് പറയുന്നത്. മൂന്നാമത് ഇറാൻ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ, തങ്ങൾ ആണവായുധങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമേ ഇനി ഉപയോഗിക്കുകയുള്ളൂ എന്ന തരത്തിൽ, അല്ലാതെ മറ്റൊരു തരത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ള 3 തരത്തിലുള്ള കണ്ടീഷനുകളാണ് ഇറാൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ റഷ്യയുമായിട്ട് ഇറാന്റെ ഈ തരത്തിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നതെന്ന് പറഞ്ഞാൽ റഷ്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമാണ് എല്ലാം കൊണ്ടും. അപ്പോൾ അത്തരത്തിൽ ഇറാൻ റഷ്യ കൂട്ടുകെട്ട് വരുമ്പോഴത്തേക്കും ഇത് അമേരിക്കയെ വളരെ മോശകരമായി ബാധിക്കുമെന്നുള്ളൊരു ഭയം ട്രംപിനുണ്ട്. അപ്പം ഇതൊരു സമാധാനപരമായിട്ടുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ കൂടുതൽ ആണവായുധങ്ങളുടെ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ഇറാൻ പോയിരിക്കുന്നത് എന്നൊക്കെ എല്ലാ രാജ്യവും നോക്കി കാണുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ സമാധാനപരമായി പോകണം, അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഒരു അവസാനമുണ്ടായി 2 രാജ്യങ്ങളും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിക്കണമെന്ന് തന്നെയാണ് ലോകങ്ങൾ നോക്കിക്കാണുന്നത്.